ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ മോർണിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയാണ് വിചാരിക്കേണ്ടത്. അൽഹംദുലില്ലാ നമുക്ക് റാഹത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ ഇന്നത്തെ രാവിലത്തെ ഒരു മോർണിംഗ് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ. നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കാണുമ്പോഴത്തേനൊന്ന് ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ എന്താണെങ്കിലും ഇതിൻ്റെ താഴെ നിന്ന് എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുനോക്കാം മക്കളെ. അപ്പോൾ അതാ രാവിലത്തെ കാര്യങ്ങൾ, നിസ്കാര കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിന്ന് കുറച്ച് സമയം നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് നടന്നൊക്കെ വന്ന് അതിൻ്റെ ശേഷം കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നടന്ന് വന്നിട്ട് വീണ്ടും ഞാൻ കുറച്ച് നേരം കൂടി വർക്കൗട്ടൊക്കെ ചെയ്ത് അതിൻ്റെ ശേഷമാണ് പിന്നെ കിച്ചണിൽ വന്നത് കേട്ടോ. അപ്പോൾ ഒരു 7:30 ഒക്കെ ആവുന്ന സമയത്താണ് കേട്ടോ ഞാൻ ഇന്ന് കിച്ചണിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അപ്പത്തിന് നല്ല വെയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാലാവസ്ഥ നല്ല വെയിലാണ് ഞങ്ങളുടെ നാട്ടിൽ. മഴയൊക്കെ ഒന്ന് കുറച്ച് ദിവസമായിട്ടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയിൽ ഒരു മഴ പെയ്തു, പക്ഷേ രാവിലെ ആയപ്പോൾ ഒന്നും നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടെ അതാ ഇങ്ങനെ വെയിലിങ്ങനെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. ആ വെയിലിൻ്റെ ഇതും പിന്നെ ലൈറ്റും എല്ലാം കൂടെ ആയിട്ടൊരു ഇതായിരിക്കാം. അപ്പോൾ കുറേ സമയം കഴിഞ്ഞിട്ടാണ് വന്നത് കിച്ചണിൽ. അപ്പോൾ ഇന്നത്തെ കടി സിമ്പിൾ ദോശയാണ് കേട്ടോ. ഉഴുന്ന് ദോശയാണ് കടി. അപ്പോൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. കട്ടൻ ചായ, അതായത് കൽച്ചായ ആർക്കെങ്കിലും വേണമെങ്കിൽ കുടിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. കറിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. മാവ് റൈസ് പോട്ടിൽ ഇറക്കി വെച്ചതായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നടക്കലും വർക്കൗട്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കിച്ചണിൽ വന്നിട്ട് ഞാൻ ദോശ ഉണ്ടാക്കണം കേട്ടോ. ദോശയൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന കിഴങ്ങ് ബജിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കിഴങ്ങ് ഉള്ളിയൊക്കെ അവിടെ എടുത്ത് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നേക്ക് വേഗം ദോശ ചുട്ടിട്ട് കിഴങ്ങ് ഇതാ നമ്മുടെ കുക്കറിലിട്ട് വെച്ചിക്കണം കേട്ടോ. ബിസിലടിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് അത് വെന്തോളും. 3 കിഴങ്ങും 2 ഉള്ളിയും ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ കിഴങ്ങ് കുക്കറിൽ ഇട്ട് വെക്കുകയാണ് കേട്ടോ. അതെന്തോന്ന് വെച്ചാൽ ബിസിലടിച്ചോട്ടെ. അതേപോലെ ഉള്ളി ഇവിടെ ഇതാ നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് സ്ക്വയറായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് നമ്മളടുത്തില്ല. ഇതിലേക്ക് പച്ചമുളക് മസ്റ്റാണ് അല്ലേ. പച്ചമുളക് നമ്മളടുത്തില്ല കേട്ടോ. അപ്പോൾ തീർന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കുറച്ച് മുളക് പൊടി അങ്ങോട്ട് അടി ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതാ കിഴങ്ങൊക്കെ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഞാൻ കഴുകിയിട്ട് അങ്ങനെ കുക്കറിലിട്ടതായിരുന്നു കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഇനി നോക്കി ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ഇഞ്ചിയും കൂടി കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയാണല്ലോ നമ്മൾ കട്ട് ചെയ്തെടുക്കല്. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, ഇത്രയൊക്കെയാണല്ലോ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെയാണ് കേട്ടോ. പച്ചമുളകിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ലാസ്റ്റ് അപ്പം ഒന്ന് മറിച്ചിടുന്നുണ്ട്. ഒന്ന് നന്നാക്കി ഒന്ന് നല്ല ബലമായി കിട്ടട്ടെ. നല്ല ടേസ്റ്റാണ് അല്ലേ കിർമറാന കഴിക്കാനും. അങ്ങനെ അപ്പൊക്കെ ചുടൽ കഴിഞ്ഞു. അതിൻ്റെ ശേഷം ഞാനിതാ ഉള്ളി ഒന്ന് വാട്ടാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു കടായിപ്പോട്ടിൽ. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറിയൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. പക്ഷേ ദോശയ്ക്ക് ആവുമ്പോൾ മീൻകറി ഒരു ടേസ്റ്റ് ഇല്ല അല്ലേ. നമുക്ക് അത്ര വലിയ ഇഷ്ടമല്ല മീൻകറി ദോശയ്ക്ക്. പിന്നെ ഒരു കറി ഇല്ലെങ്കിൽ മീൻകറി കൂട്ടും, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് കിഴങ്ങ് ബാജി ഉണ്ടാക്കുക. ചട്ടിനി ഉണ്ടാക്കിയ രസമാണ്. പക്ഷേ ആർക്കും കൂടെ ചട്ടിനിനോട് അത്ര ഇഷ്ടമല്ല കേട്ടോ. അവർക്ക് വെറുതെ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കിയിട്ട് വെറുതെ കളയാനാണ്. അപ്പോൾ വെറുതെ തേങ്ങ ഒന്നും കളയണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചട്ടിനിമ്മക്ക് പോയില്ല. ഇത് മതി എന്ന് വിചാരിച്ചു. ഇതാകുമ്പോൾ പിന്നെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കിഴങ്ങ് ബാജി ഉണ്ടാക്കിയ കുട്ടികൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ചിലർ ഇവിടെ ചായക്ക് കടി കൂട്ടാത്തവരും ഉണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. ചായക്ക് മധുരം കുടിക്കാത്തവരുണ്ട്, മധുരം ഇട്ട് കുടിക്കണവരുണ്ട്, മധുരം ഇടാതെ കുടിക്കണവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നമുക്കിവിടെ മധുരം ഇട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതിലോട്ട് കരിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഒന്ന് അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ദോശ ചൂടൽ കഴിഞ്ഞൊക്കെ കിഴങ്ങ് ബാജി ഉണ്ടാക്കി. ഇനിയിപ്പോൾ ചായ കുടിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് തിരക്കുകളൊന്നുമില്ല. കിഴങ്ങിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. നല്ല ചൂടാണത്. അപ്പോൾ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. മല്ലിയില ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. മല്ലിയില നമ്മൾ ഒരുപാട് കാലം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 1.5 ആഴ്ച മുമ്പ് കൊടുന്ന മല്ലിയിലയാണ് കേട്ടോ. എന്തോന്ന് വെച്ചാൽ മല്ലിയിലേൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, വേരിൻ്റെ ഭാഗം ഒന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു പേപ്പറിൽ പൊതിയുക. ഒരു പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞെടുത്തിട്ട് കീസിലിട്ട് കെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. കാറ്റൊന്നും തട്ടാതെ ഇരിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതൊരു 1.5 ആഴ്ച മുമ്പ് കൊടുന്ന മല്ലിയിലാണ്. ഇപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. മല്ലിയിലും പുതിനയിലും രണ്ടും ഉണ്ട്. ഒന്നിനും ഒരു കേടുമില്ല. അപ്പോൾ ഇനി നമുക്ക് 2 പ്രാവശ്യം ഇടാനെല്ലാം കൂടി ഉണ്ട്. ഞാനിങ്ങനെ രാവിലെ എന്തെങ്കിലുമൊക്കെ കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കണേക്കും. പിന്നെ ഉച്ചക്കൊക്കെ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിക്കൊക്കെ ഈ ഒരു മല്ലിയിൽ എടുക്കലുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ വിട്ടുപോയി പറഞ്ഞാൽ. കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഒന്ന് അടി കൊടുത്തു. നല്ല ടേസ്റ്റാണ് അല്ലേ. കുറച്ച് ചെറിയ ജീരകം നമ്മുടെ
കടുകുണ്ടല്ലോ, കടുക് പൊട്ടിക്കുന്ന സമയത്ത് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, ഇതിൻ്റെ ആ ചുവ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, ഓൽക്ക് ഇഷ്ടമായിരിക്കും. എനിക്കിഷ്ടമാണ് ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ചുവ. അധികം ചുവയായിട്ട് വരുമൊന്നുമില്ല, നമ്മൾ വാട്ടിയെടുക്കണതല്ലേ, അധികം അങ്ങോട്ട് ഇതൊന്നും അരച്ചിട്ട് ഒഴിക്കുമെന്നല്ലല്ലോ, നമ്മൾ കടുകിൽ പൊട്ടിച്ചെടുക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അധികം ചുവയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കാൻ ചൂട് പൊയ്ക്കണമെന്ന് നോക്കണമുണ്ട്. അതിൻ്റെ ഇടയിൽ അത് പോയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ വെക്കണമുണ്ട് കേട്ടോ. തൊലി കളഞ്ഞിട്ടല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. തൊലി ഒന്ന് പീലർ കൊണ്ടൊന്ന് ചുരണ്ടി കളഞ്ഞിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം ഉണ്ടല്ലേ. അപ്പോൾ തൊലിയോട് കൂടി കഴുകിയിട്ട് ഞാൻ കുക്കറിലിട്ടാണ് വേവിച്ചെടുത്തിക്കുകയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ ഓരോരുത്തരായിട്ട് കുളിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വലിയൊരു തിരക്കൊന്നുമില്ല കേട്ടോ. കുട്ടികൾക്കും എല്ലാവർക്കും ലീവാണല്ലോ ഒന്ന്. അപ്പോൾ ഒന്ന് വലിയൊരു തിരക്കൊന്നുമില്ല. ഇവരൊക്കെ കുറേ സമയം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാൻ വരുന്നത്. ഇപ്പോൾ ചായ കൂടി തീരണമെങ്കിൽ സമയം ഉച്ചയാവും കേട്ടോ. ആരും രാവിലെ ചായ എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വരുന്ന ഒരു ഇതുമില്ല. എന്ന് കാക്ക മാത്രമേ ഉണ്ടാവുള്ളൂ, ഞങ്ങൾ മാത്രമേ ചായ കുടിക്കാൻ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവരൊക്കെ ഓരോരുത്തർ എന്നത്തെയും പോലെ ഇങ്ങനെ എണീറ്റ് ചായ കുടി ഉച്ചകളോട് കൂടിയേക്കാരം ഇന്നത്തെ ചായ കൂടി ഇവിടെ കഴിയുക. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു കിഴങ്ങ് ഭാജിയും കൂടി ഉണ്ടാക്കട്ടെ, അതിന് ശേഷം നമുക്ക് ചായ കുടിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കോഴികളുണ്ട്, ഇവരൊക്കെ ഒന്ന് വിട്ടിട്ട് ഫുഡൊക്കെ കൊടുക്കണം. നല്ല വെയിലിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കിച്ചണിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെയിലാണ് കേട്ടോ കാണുന്നത്. ആ ടൈൽസിൻ്റെ അതിലൊക്കെ നല്ല വെയിലല്ലേ, പുറത്തത്തെ വെയിലാണ് ഗ്രില്ലിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ വരികയാണത്. അപ്പോൾ നമ്മൾ വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമുക്കതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. സമയം കുറച്ചായി കഴിഞ്ഞാൽ വെയിലാവുമ്പോൾ അങ്ങനെയാണ്. മഴയാണെങ്കിൽ പിന്നെ അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതാ എനിക്കൊരുപാട് പാത്രം കഴുകാണ്ട് കേട്ടോ. ഇന്ന് രാവിലെ തന്നെയാണ് അത് പാത്രങ്ങളൊക്കെ ഓരോന്നിങ്ങനെ എടുത്തും വെച്ചുമായിട്ട് ഒരുപാട് പാത്രം കഴുകാൻ ഉണ്ട്. ചിലപ്പോൾ ഞാൻ പാത്രങ്ങൾ അപ്പം തന്നെ ഇങ്ങനെ കഴുകിയിട്ട് എടുത്ത് വെക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ ഈ അമ്മിക്കുട്ടി കൊണ്ട് കിഴങ്ങ് നന്നാക്കി ഒന്ന് ഉടച്ചു കൊടുക്കുകയാണ്. കിഴങ്ങ് ഉടക്കുന്ന സംഭവം നമ്മുടെ അടുത്തില്ല കേട്ടോ. കുത്തി ഉടക്കുന്ന സംഭവം ഒന്നും എൻ്റെ അടുത്തില്ല. അപ്പം ഞാൻ ഇത് വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടൊക്കെയാണ് പീലർ എന്തോ സംഭവം ഉണ്ടല്ലോ, ഫ്രോക്ക്, അത് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ. ഫോർക്കോ എന്താണെങ്കിലും മറന്നു പോകും. ഫ്രോക്കും ഫോർക്കൊക്കെ എനിക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സംഭവമാണ് കേട്ടോ. അത് ഒന്ന് ഡ്രസ്സായിരിക്കാം, എന്താണെങ്കിലും അങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവം. ഞാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാം തെറ്റിപ്പോണുണ്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളെ വീട്ടിലെ ഒരു കാര്യങ്ങൾ. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ഉടച്ചിട്ട് ഞാൻ എന്താണെങ്കിലും ഇന്ന് അമ്മിക്കുട്ടി കൊണ്ട് കേട്ടോ ഉടച്ചിട്ടുള്ളത്, അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അല്ല എന്താ ഇപ്പോൾ തെറ്റിപ്പോണുണ്ടല്ലേ എല്ലാതും. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് മല്ലിയിലേക്ക് ഇട്ടെടുത്തിട്ട് കുറച്ചൊരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റും കറിയൊക്കെ ഇതാണ് കേട്ടോ. സിമ്പിളായിട്ടാണ് രാവിലെ ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ ഇനി ഇതുകൂടെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് ഒരുപാട് പണികളുണ്ട്. രാവിലെ തന്നെ ചായ കുടിച്ചിട്ടാണ് ബാക്കിയുള്ള സമയം 8:15 കേട്ടോ. അപ്പോൾ ടൈം ഇതാ കണ്ടോ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരുപാട് ബോട്ടിൽ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എടുത്ത് വെച്ചിട്ടാണ് ഇവിടെ ചായ കുടിക്കാനൊരു സ്ഥലം ഉണ്ടാക്കണം. അപ്പം ഇന്ന് ഇവിടെ തന്നെ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത്. എനിക്കൊന്ന് ഒരുപാട് പണിയുള്ള ദിവസമാണ്, വെയിലായതുകൊണ്ട് ഒരുപാട് പണിയുണ്ട് കേട്ടോ എടുക്കാൻ. കാര്യമായിട്ട് ഒരുപാട് ഡ്രസ്സുണ്ട് ഉണക്കാൻ. ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് കുറച്ച് അഴയൊക്കെ കെട്ടിയിട്ട് വെയിലാണെങ്കിൽ വെയിലത്ത് കൊണ്ടുപോയി ഇടണം. അതൊക്കെയാണ് കാര്യമായിട്ടുള്ള പണി കേട്ടോ. അവിടേക്ക് അക്കാൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ നമുക്ക് ചോറുണ്ടാക്കണം, അടിക്കണം, വാരണം, തുടക്കം. ഇങ്ങനെയാണല്ലോ അല്ലേ പെണ്ണുങ്ങളെ പണി എന്ന് പറഞ്ഞാൽ. ഈ ഒരു 10, 15 അല്ലെങ്കിൽ 8, 7 മിനിറ്റ് വീഡിയോയിൽ കാണുന്നതല്ലല്ലോ. അതൊരു കുറച്ച് സമയം നമ്മളെ ജീവിതത്തിലെ രാവിലത്തെ കുറച്ച് സമയം മാത്രം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് പണിയുണ്ട്. അപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ. അപ്പം ഇന്നലത്തെ മീൻ കറിയാണ് കേട്ടോ. ഞാൻ വെറുതെ ചൂടാക്കി വെച്ചതാണ്, ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ വേണമെങ്കിൽ കഴിച്ചോട്ടെ ഞാൻ ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടും കൊണ്ടുപോയിട്ടില്ല, ഇവിടെ തന്നെ വെച്ചിട്ട് ചായ കുടിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇവിടെ കുളിക്കുന്നുണ്ട് കേട്ടോ. ആ സൗണ്ടാണ് കേൾക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ കണ്ടില്ലേ. എൻ്റെ വീട്ടിലെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാ കൂട്ടുകാരോടും താങ്ക് യു, ബൈ.